ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ് ചെയ്യാം. ആക്ച്വലി ഇപ്പം ഞാൻ ഈ റെഡി ആയിരിക്കുന്ന ഈ ഒരു മേക്കപ്പ് അത് ഞാൻ റീക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നോക്കിട്ടോ. അപ്പം ഞാനിതെങ്ങനെ നമുക്ക് ഒരു സിമ്പിളായിട്ട് റെഡി ആവാമില്ലെങ്കിൽ ഇപ്പോൾ എവിടെയൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആവാം. പെട്ടെന്ന് നമുക്ക് ടൈം ഉണ്ടായിരിക്കില്ല, പക്ഷെ നമുക്കത് പെട്ടെന്ന് റെഡി ആവാം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിക്കാനായിട്ട് പോകണേ. അപ്പോൾ ഒരു മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ജസ്റ്റ് ഒരു മേക്കപ്പ് എങ്ങനെ നമുക്കൊരു 2 പ്രോഡക്റ്റുകൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ 2 പ്രോഡക്റ്റ് കൊണ്ട് എങ്ങനെ നമുക്കൊരു മേക്കപ്പ് സെറ്റാക്കാമെന്ന് മാത്രം കേട്ടോ ഞാൻ പറയാൻ പോണത്. വീഡിയോക്കുള്ളിപ്പോൾ അപ്പോൾ നമ്മൾ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഇടാം. നമുക്ക് മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ വാരി വീടുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഫുള്ള് പൊട്ടിയോ, നിൻ്റെ മുഖത്ത് എന്തോരം പാടുണ്ടായിരുന്നു, ഒരു രാത്രി കൊണ്ട് നിൻ്റെ മുഖത്ത് ഫേസിലെ പാടൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പം നമുക്കപ്പം എന്താണെന്നൊക്കെ പറയാമല്ലോ. അപ്പം ഞാൻ മേക്കപ്പ് ഇടാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് സ്കാനയുടെ 3-in-1 ഫൗണ്ടേഷൻ ആട്ടോ. ഇതിൻ്റെ അകത്ത് ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ ഉണ്ട്, ആലോവേര, വൈറ്റമിൻ സി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ഹൈഡ്ര മാറ്റ് ഫൗണ്ടേഷനാണ്. അപ്പം എൻ്റെ ഒരു സാൻവാം ഒരു ഷെയ്ഡാട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഓരോ കളറിന് ഷെയ്ഡുണ്ട്. അപ്പം ഞാനൊന്ന് വാങ്ങിച്ച് നോക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ വാങ്ങിച്ചാണ് സാധനം. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പം എൻ്റെ മുഖത്ത് ഈ കുത്തുണ്ട്, ഇത് കണ്ട പിമ്പിൾസ് എന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് പോകും. അപ്പം ഞാൻ ഇത് ഫുള്ളും അപ്ലൈ ചെയ്യില്ല. ഇങ്ങനെ കുറച്ചിങ്ങനെ പാടൊക്കെയുള്ള ഇങ്ങനെ ഒരു ഇടത്ത് മാത്രമേ ഞാനിങ്ങനെ അപ്ലൈ കൊടുക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ മുഖത്തും പിന്നെ കണ്ണിൻ്റെ ഒരു ഡാർക്ക് സർക്കിളൊക്കെ ഇല്ലേ, അതൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിലല്ലോ, ഈ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി, ആസ് എ നേഴ്സ് എനിക്കൊരു നൈറ്റ് ഡ്യൂട്ടി, പിന്നെ ഡേ ഡ്യൂട്ടി. നമ്മൾ ഡേ ഡ്യൂട്ടി എങ്കിലും കുഴപ്പമില്ല. ഈ നൈറ്റ് ഡ്യൂട്ടി 12 അവറൊക്കെ ഈ ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് നമ്മൾ ഡ്യൂട്ടി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഡള്ളാവും. പക്ഷെ അതുപോലെ നമ്മുടെ സ്കിന്നും അതിനനുസരിച്ച് ഡള്ളാവും കേട്ടോ. എന്ന് പറഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാൻ എപ്പോഴും മേക്കപ്പ് ഇട്ട് നടക്കണം എന്നില്ല. പറ്റുന്നത്രയും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. കാരണം ഡ്യൂട്ടിയുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആ ജോലിയുടെ ആ ഒരു ഇതിൽ തന്നെ പോയിക്കോളും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വീക്ക്ലി 1 ടൈം ഒരു ഓഫ് ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കുറച്ച് സ്കിൻ കെയറോ അല്ലെങ്കിൽ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അത്രയും നല്ലതാണ് കേട്ടോ. നമുക്ക് ടൈം ഉണ്ടാവില്ല, ടൈം കിട്ടുന്ന ടൈം ഞാനൊക്കെ ആണെങ്കിലുള്ളൂ ഈ പറയുന്ന ഈ സംഭവം ഞാൻ അധികം ഒന്നും ചെയ്യാറില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് കിടന്നേക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രമേ ഞാൻ ടൈം കണ്ടുപിടിക്കാറുള്ളൂ. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഞാനിങ്ങനെയൊക്കെ വന്നിങ്ങനെ ഫേസിൽ വല്ലാണ്ടൊക്കെ എനിക്ക് ഡള്ളാവും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് കൂട്ടുമെന്നൊക്കെ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്നൊക്കെ പുറത്തൊക്കെ പോവുകയാണെങ്കിലും നമുക്കിതൊക്കെ ഇടുന്നതല്ല. നിങ്ങൾ തന്നെ കണ്ടില്ല, ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ ചെറിയൊരു പിഗ്മെൻറ്റേഷനൊക്കെ മാറിയത്. ഞാനിങ്ങനെ ജസ്റ്റ് ഇതൊന്ന് മാറാൻ വേണ്ടി മാത്രമേ കേട്ടോ ഞാനിത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിതൊന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാനപ്പം ഫുള്ളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. കുഴപ്പമില്ല, അങ്ങനെ ഞാൻ അത് മാത്രമേ ഇട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ തന്നെ കണ്ടില്ലേ ഇപ്പം അത് ഇട്ട് കഴിയുമ്പോൾ ഒരു മാറ്റമില്ലേ. അപ്പം നമ്മൾ മുഖത്ത് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞിട്ട് എന്താണ് ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുൻപാണേലും എന്തായാലും ഒരു ഗ്ലോ കിട്ടാൻ നമ്മൾ ചുമ്മാ ഡ്രൈ ലിപ്പിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഇടുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുൻപ് ഞാൻ ലിപ് ബാം അപ്ലൈ കേട്ടോ. അങ്ങനെ ഞാൻ ക്യാരമലിൻ്റെ ലിപ് ബാം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ലിപ്സ്റ്റിക്ക് ഇടുമ്പം ഒരു ലുക്കുണ്ട്, നമുക്ക് ഇടുമ്പം തന്നെ ഒരു സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഇതൊരു ബ്ലഷ് പോലത്തെ സംഭവം കേട്ടോ. നിവ്യയുടെ തന്നെ കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു ഗ്ലോ പോലെ കിട്ടാനേ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പം ഇതിപ്പം ഇതിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ എനിക്കൊരു എന്താ പറയണേ, ഞാനിത് തോന്നിയിടത്തൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി ഞാൻ ഫുള്ള് ഇടും. പക്ഷേ എനിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ചെറിയൊരു ഗ്ലോ പോലെ കണ്ടോ, ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരു ചെറിയൊരു ഗ്ലാസ് ലുക്ക് പോലെയൊക്കെ വരും. ഇങ്ങനെ അപ്ലൈ കൊടുക്കും കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ അപ്ലൈ കൊടുക്കും. ഇട്ട് കഴിയുമ്പോഴൊരു തിളങ്ങണ പോലത്തെ ഒരു ഇത്. പിന്നെ എന്ന് പറയാൻ ഇപ്പം നമ്മൾ ഫേസിലൊരു ഏകദേശം ഇപ്പം നമ്മൾ 2 സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക്
ഫസ്റ്റ് ഫേസിലും ഇപ്പോൾ നമുക്ക് ഇത് അറിയാൻ പറ്റുമല്ലേ. ഇനി നമുക്കൊന്ന് ഐബ്രോ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് തിക്നെസ് ഉണ്ട്. തിക്നെസ് ഉള്ളവർക്കാണെങ്കിലും നമ്മൾ ചെറിയൊരു ഫില്ലിങ് കൊടുക്കുന്നത്. എപ്പോഴും ഈ കൺമിഷി വാരി കോരി തേക്കണ പോലെ. അപ്പോൾ ചെറിയൊരു ഫില്ല് ഇട്ട് കൊടുക്കണം. നല്ല ജസ്റ്റ് ഇത് നമുക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടേ. അത്യാവശ്യം തിക്നെസ് ഉണ്ട്, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റം വരുന്ന ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ? അങ്ങനെ ഞാനിത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇനി ഐലൈനർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ലുക്ക്, നമുക്ക് എന്തായാലും കണ്ണിൻ്റെ മുകളിൽ കൂടെ മാത്രം ഒരു ലൈൻ മാത്രം ഇട്ട് കൊടുക്കാമെന്നൊക്കെ ഞാൻ ഓർത്തോട്ടോ. നമ്മളൊരു ചെറിയൊരു കാഷ്വൽ ലുക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് കാഷ്വലായിട്ട് സിമ്പിളായിട്ട് അറിയാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രം കേട്ടോ ഇത് എഴുതി കൊടുക്കണേ. അപ്പം ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും എഴുതുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു ലൈൻ ഇടും കേട്ടോ. അപ്പം നമുക്ക് ചിലർക്കാണെങ്കിൽ നമുക്കിത് വരയ്ക്കാൻ നേരം കറക്റ്റ് ആവണമെന്നില്ല. പക്ഷേ എനിക്കങ്ങനെ കേട്ടോ, എനിക്കിത് കറക്റ്റ് ആവണമെന്നില്ല. എനിക്ക് എപ്പോഴും മാറി വരണ പോലെ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലൈനിൻ്റെ ഈ കോർണറിൽ ഞാൻ ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്യിക്കുക. പിന്നെ അപ്പോൾ പിന്നെ നമ്മളുടെ കണ്ണൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ണെഴുതൊന്ന് മസ്കാരൊക്കെ ഇട്ടൊന്ന് കൊടുത്ത് നമുക്ക് സെറ്റ് ആകണം. അത്രയും ചെയ്യുമ്പോൾ ഒരു കെറ്റ് ലുക്കാണ്. അപ്പോൾ നമുക്കിനി ലിപ്പ് ലൈനർ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ലിപ്പ് ലൈനർ അപ്പോൾ ഞാനൊരു ബ്രൗൺ ഷെയ്ഡിൻ്റെ ലിപ്പ് ലൈനറാണ് ഞാൻ എപ്പോഴും. അപ്പോൾ ഞാൻ ലിപ്പ് ലൈനറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും എനിക്കൊരു ബ്രൗൺ ആട്ടോ. ഞാനൊരു ഹൈഡ ബ്യൂട്ടിയുടെ ഒരു ലിപ് ഗ്ലോസ് ഒരു കളറാട്ടോ യൂസ് ചെയ്യുന്നത്. മാറ്റാണ്. ഇതൊരു B8ൻ്റെ ഈ ഒരു ഷെയ്ഡാട്ടോ. എനിക്ക് ഒരു പീച്ച് പോലെയൊക്കെ ഒരു പീച്ചും ബ്രൗണൊക്കെ ഒരു മിക്സ് ആയപ്പോൾ എനിക്കിഷ്ടമാണ് ഈ ഷെയ്ഡ്. നിങ്ങൾ തന്നെ കണ്ടില്ല ഒരു ഗ്ലോ പോലെ. അതാണ് സംഭവം. ഇപ്പോൾ കണ്ടില്ല ഈ ഒരു ലിപ്സ്റ്റിക്കും നല്ലൊരു ഗ്ലോ ചെയ്ത് കിട്ടണല്ലേ. അപ്പോൾ ഒരു ഗ്ലേസി പോലത്തെ ഒരു ലുക്ക്. അപ്പോൾ ഫൈനലി നമ്മുടെ ഒരു ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കേട്ടോ. ഫേസ് മേക്കപ്പ് ഒക്കെ ഓവറായി. അപ്പോൾ നമുക്കിനി മുടിയിൽ എന്തെങ്കിലുമൊക്കെ പണിയാൻ. ഇനി മുടിയിൽ എന്താണ് പണിയാ? എനിക്ക് എപ്പോഴും ഒരു ലൂസ് ഹെയർ ആണ് കൂടുതൽ താല്പര്യം. ഞാൻ കൂടുതൽ ലൂസ് ഹെയറും കാര്യങ്ങളൊക്കെയാണ് ഇടാറ്. നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂം ചേർന്നാൽ അത് ഒത്തിരി പേർക്ക് ഉണ്ടാവില്ല ലൂസ് ഹെയറും കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ ഞാൻ ലൂസ് ഹെയറൊക്കെ ഇടുന്ന കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഇങ്ങനെ പെട്ടെന്ന് പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിമ്പിൾസ് പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് പിമ്പിൾസ് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ഈസി വേ എന്നൊക്കെ പറയുന്നതറിയോ, ആദ്യം നമ്മുടെ ഫ്രണ്ടിൽ കൂടി ഞാനിടുന്ന പോലത്തെ ഇങ്ങനെയൊക്കെ മുടി ഇടുന്നതാണ്. ഈ മുടി ഇടുന്നത് ഫസ്റ്റ് നമ്മൾ നല്ലോണം അവോയ്ഡ് ചെയ്യുക പറ്റുന്നത്രയും. അപ്പോൾ ഞാനതൊക്കെ അവോയ്ഡ് ചെയ്ത് എൻ്റെ അങ്ങനെ കുറഞ്ഞ കേട്ടോ. അങ്ങനെ കുറഞ്ഞതും പിന്നെ ഞാനൊരു ഇങ്ങനെ ഇവിടെയൊക്കെ ഇത്തിരി ഫേസ് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഈ മുടി ഇങ്ങനെ ഫ്രണ്ട് ഇടുന്ന പരിപാടിയൊക്കെ നിർത്തി. കുറേ സാധനങ്ങൾ വാരിക്കൂടുന്നൊക്കെ ഞാൻ നിർത്തി കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ പിമ്പിൾസ് പറ്റുന്നത്ര നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ലോണം ഒന്ന് വെള്ളം കുടിക്കാം. എപ്പോഴും നമ്മൾ ഈ ഫേസിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്നത് വളക്കണതൊക്കെ ആ പരിപാടിയൊക്കെ നിർത്താം കേട്ടോ. എൻ്റെ എപ്പോഴും ചെറിയ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് അങ്ങ് ഫേസിലിട്ട് അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തൊട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇപ്പം ഞാൻ ഐസിയിലൊക്കെ കേട്ടോ വർക്ക് ചെയ്യണം. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തിട്ട് പെട്ടെന്ന് എന്തെങ്കിലും സാനിറ്റൈസർ മെഡിസിൻ എന്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഞാൻ അറിയാണ്ട് ഫേസിൽ കഴിച്ചു പോകും. ചിലപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കാരണം എനിക്ക് പിമ്പിൾസൊക്കെ വരാം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അങ്ങ് മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്തു. അവിടെ നിന്നപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ ഞാൻ ഈ തേൻ്റെ കൂടെ മഞ്ഞളും കൂടെ ഇന്ന് മിക്സ് ചെയ്ത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അമ്മ പറഞ്ഞു തന്നിട്ട് ചെയ്തത്. അപ്പോൾ അത് ചെയ്തപ്പം ഒരു 2 വീക്കിനുള്ളിൽ എൻ്റെ അത്രയും ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട്? ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.